ഹലോ ഗായ്സ്. അപ്പോൾ ഭയങ്കര വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കട്ടെ ഞാൻ. അപ്പോൾ നമ്മളെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ നമുക്ക് പങ്കുവയ്ക്കാം. ഇപ്പോൾ നമ്മൾ വെക്കേഷനൊക്കെ ആയി, കുഞ്ഞുങ്ങൾ വരുന്നതും കാത്തിരിക്കണം ഓരോ അമ്മമ്മമാരും കേട്ടോ. എന്നെപ്പോലുള്ള ഓരോ അമ്മമ്മമാരും നമ്മളെ കുഞ്ഞുങ്ങൾ വെക്കേഷന് വരുന്നത്, പേരക്കുട്ടികളാണ് ഏറ്റവും വലിയ സന്തോഷം നമുക്ക്. കുഞ്ഞുങ്ങളായി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പേരക്കുട്ടികളാണ് ഓരോ അമ്മമ്മമാർക്കും ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ അവരൊരു മാസം ഇവിടെ നിൽക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുക. പക്ഷേ വിഷു ഒക്കെ കഴിഞ്ഞ്, വിഷു ഒന്നും അധികം അടിച്ച് പൊളിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഞങ്ങൾക്ക് അങ്ങനത്തെ സാഹചര്യമായിരുന്നു. എന്നാലും ഞങ്ങൾ പുറത്തൊക്കെ പോയി, മക്കളൊപ്പം 2 ദിവസമൊക്കെ ടൂറൊക്കെ പോയി. പക്ഷേ ഒരു മാസം നിൽക്കാൻ വരും അമ്മമ്മ എന്ന് പറഞ്ഞ ആ ഒരു പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു, എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അവർ വരുന്ന വെക്കേഷൻ എന്നാ പരീക്ഷ എക്സാം എന്നാ കഴിയുക. അപ്പോൾ അവർ വന്നു 4 ദിവസമൊക്കെ നിന്ന് അവരിന്ന് തിരിച്ചു പോയിട്ടോ. അപ്പോൾ ഭയങ്കര വിഷമമായി. അപ്പോൾ പോയപ്പോൾ എൻ്റെ മോള് പറഞ്ഞു കേട്ടോ, അമ്മ വിഷമിക്കേണ്ട, ഒരു മാസം കൂടി ഇല്ലേ, 15 ദിവസം ഞങ്ങൾ ഇനിയും അടുത്ത മാസം അവിടെ വന്ന് നിൽക്കുന്നു. എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണോ പറഞ്ഞത് അതോ കാര്യത്തിൽ പറഞ്ഞതാണെന്ന് അറിയില്ല കേട്ടോ. പക്ഷേ ഞാൻ കാര്യത്തിലാക്കി അങ്ങനെ മനസ്സിൽ എൻ്റെ മക്കൾ അടുത്ത മാസം 15 ദിവസം എൻ്റെ കൂടെ നിൽക്കുമല്ലോ എന്നുള്ള സന്തോഷത്തിൽ അത് കണ്ടിങ്ങനെ നിൽക്കുകയോ. അപ്പോൾ അവർ പോയപ്പോൾ ഭയങ്കര വിഷമായി. ഏത് മനുഷ്യനായാലും സാമ്പത്തികമായിട്ടും അല്ലാത്ത കാരണങ്ങളാലും അങ്ങനെ ഒരു മാസമൊന്നും നമ്മളൊപ്പം കുട്ടികൾക്ക് നിൽക്കാൻ പറ്റുമെന്ന് വരില്ല. കുട്ടികൾ ഭയങ്കര ആഗ്രഹത്തിലാവും കേട്ടോ. കുട്ടികൾക്ക് അറിയില്ലല്ലോ സാഹചര്യങ്ങൾ. അപ്പോൾ കുട്ടികൾ ഭയങ്കര ആഗ്രഹത്തിലാണ് ഒരു മാസം അമ്മേൻ്റെ വീട്ടിൽ നിൽക്കണം. അപ്പോൾ സാഹചര്യം കൊണ്ട് നിൽക്കാൻ പറ്റാതെ അവരൊക്കെ പോയി. അപ്പോൾ അതിൽ ഭയങ്കര വിഷമമുണ്ട്. അങ്ങനെ എല്ലാ അമ്മമാരും ഉണ്ടാവും, അമ്മമാരും ഒക്കെ ഉണ്ടാവും നിൽക്കാൻ പറ്റാതെയും ഓരോ സാഹചര്യങ്ങളാൽ നിൽക്കാൻ പറ്റാതെ. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യും, നമുക്ക് ഒരുമിച്ച് സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ പങ്കുവയ്ക്കാം. താങ്ക് യു.